ഹായ് ഗായ്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞപ്പനുമായിട്ട് ഒരു സ്കൂളിലെ ആനിവേഴ്സറി കൂടാൻ വന്നിരിക്കുകയാണ് നമ്മൾ. കുഞ്ഞപ്പൻ്റെ അച്ചാമ്മ ഒരു ടീച്ചറാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അമ്മയുടെ സ്കൂൾ എരമല്ലൂർ എഴുപുന്നയിൽ അമല പബ്ലിക് സ്കൂൾ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ സ്കൂളിൽ വെച്ചല്ല, അപ്പുറത്തെ എഴുപുന്ന രേഖയിൽ വെച്ചാണ് ഈ ആനിവേഴ്സറി നടക്കുന്നത്. നേരത്തെ ഇതൊരു തിയേറ്റർ ആയിരുന്നു, നമ്മളിവിടെ പോയി സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു 3:30 തൊട്ട് പരിപാടി തുടങ്ങിയതാണ്. അപ്പോൾ അച്ചായി ജോലിക്കൊക്കെ പോയി തിരിച്ച് വന്ന് റെഡിയായി. ഞങ്ങളൊരു 6:45 7 മണിയായി കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ പിള്ളേരുടെ പരിപാടിയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരിപാടി, പിന്നെ സ്വാഗത പ്രസംഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു 3:30 തൊട്ട്. നമ്മുടെ ടോപ്പ് സിംഗറിലെ മിയക്കുട്ടി ആയിരുന്നു കേട്ടോ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല, നമ്മൾ മിയക്കുട്ടിയൊക്കെ പോയി കഴിഞ്ഞല്ലേ ചെന്നത്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അമ്മേനെ നോക്കി നടക്കുകയാണ് കേട്ടോ. അമ്മ അപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലാണ്. എല്ലാ ടീച്ചർമാരും ഭയങ്കര തിരക്കായിരുന്നേ. അപ്പോൾ അങ്ങനെ അവസാനം അമ്മേനെ കണ്ടുപിടിച്ചു. അവർ ടീച്ചർമാരെല്ലാം നല്ല അടിപൊളിയായിട്ട് ബ്ലൂ സാരിയൊക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. ഞാനും അമ്മയുടെ സാരിയുടെ അതേപോലത്തെ ഒരു ടോപ്പ് പോയി എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മോൻ ഓടി വന്നാണ് ഫോട്ടോ എടുക്കാൻ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമാർക്കും പിള്ളേർക്കൊക്കെ കുഞ്ഞപ്പനെ കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ. അങ്ങനെ അവരെല്ലാവരും വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എഴുപുന്ന ബൈജു സാറിൻ്റെ വീട് കേട്ടോ. ഈ രേഖ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ്. അപ്പോൾ ആ ടീച്ചർമാരെല്ലാവരും അവിടെയാണ് ചായയുടെ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ അമ്മയും വേറെ ടീച്ചർമാരൊക്കെ ഞങ്ങളെ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സാറ്റണിപ്പാത്ത് കളിക്കാം, അവനെ എവിടെ ചെന്നാലും ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ കളിയായിരിക്കുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിയാണ്, ഒളിക്കാൻ സ്ഥലം കിട്ടുന്നില്ലേ. നമ്മൾ ചെന്നപ്പോൾ ബൈജു സാർ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലണതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ പറഞ്ഞാണ് അമ്മ കൊണ്ടുപോയത്. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വരികയും ചെയ്തു. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ നല്ല കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് വന്നു. നമ്മൾ വന്നത് പരിപാടി കാണാനാണല്ലോ. അത് കഴിഞ്ഞ് വന്നു ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ. കസേരയൊക്കെ ഫുൾ ഫില്ലായിരുന്നു. അപ്പോൾ സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പിലാണെങ്കിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഞാനും ചേട്ടനും കുഞ്ഞപ്പനും കൂടി അങ്ങനെ സ്റ്റെപ്പിലിരുന്ന് പരിപാടി കാണുകയാണ്. പിള്ളേരുടെ അടിപൊളി ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. കുഞ്ഞപ്പനാണെങ്കിൽ ഈ ഡാൻസും പാട്ടൊക്കെ കേട്ടിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ കിടന്ന് ബഹളായിരുന്നു. അമ്മ ഞാൻ സ്റ്റേജിൽ കയറിക്കോട്ടെ, അവരുടെ കൂടെ കളിച്ചോട്ടെ. നമ്മുടെ പൊന്നിനെ അടുത്ത വർഷം കളിക്കാം, ഇപ്പം കളിക്കേണ്ടെന്നൊക്കെ അവർ പിടിച്ചിരുത്താണ്. പിന്നെയും കുഞ്ഞപ്പൻ എന്താണെങ്കിലും ഈ സ്കൂളിൽ തന്നെ ആക്കുള്ളൂ കേട്ടോ. നമ്മുടെ അടുത്തുള്ള സ്കൂളാണ്. നിർത്താതെ തുള്ളായിരുന്നു കേട്ടോ. പാട്ടും ഡാൻസും ഒക്കെ അവൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് പിന്നെയും പോകും, പിന്നെയും ഡാൻസ് കളിക്കുന്നത്. നോക്കിക്ക് വെറൈറ്റി സ്റ്റെപ്പൊക്കെ നിന്നിടാണ്. അവിടെ നിൽക്കുന്ന എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് ഞങ്ങളവിടെ സ്റ്റെപ്പിലിരുന്നപ്പോൾ കുഞ്ഞപ്പനെ കണ്ടിട്ടതേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളാണ് എല്ലാവരും നമ്മുടെ അടുത്ത് വന്നിരുന്ന് വർത്താനൊക്കെ പറയുകയാണേ. കുഞ്ഞപ്പനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേഷ്യം വരാൻ തുടങ്ങി. അമ്മ എനിക്ക് സ്റ്റേജിൽ കയറണം, അവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പൻ ആൾ വയലൻ്റായി. അമ്മ എന്തിനാണ് അമ്മ എന്നെ കളിപ്പിക്കാന്നല്ലേ പറഞ്ഞത്, എന്നെ എന്താ ആരും സ്റ്റേജിൽ കയറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് അവസാനം 2 പിള്ളേർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളാണെ കൊണ്ടുവന്ന് അവനൊരു മഞ്ചു കൊടുത്തു. അപ്പോഴാണ് അവന് സമാധാനമായത്. അത് കഴിഞ്ഞത് ആരിഫ് MP ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് പ്രസംഗമൊക്കെ പ്രസംഗിച്ചു, സ്കൂളിനെ പറ്റിയൊക്കെ നന്നായിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അപ്പോൾ കുഞ്ഞപ്പന് ധാരാളമൊന്നും അറിയില്ല, അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ മഞ്ഞ ഉടുപ്പിട്ട് പിള്ളേരുടെ കളി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരാണ്. കുഞ്ഞപ്പനായിട്ട് അമ്മമാരൊക്കെ പിള്ളേരൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു അടിപൊളി സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റായിരുന്നു, വലിയ ക്ലാസ്സിലെ പിള്ളേരുടെ ആയിരിക്കും. അപ്പോൾ കുഞ്ഞപ്പൻ്റെ അച്ചാമ്മ റിട്ടയർ ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് സ്റ്റേജിൽ അവർ പൊന്നാടയും ഒരു അവാർഡും ഒക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് അതിൻ്റെ ശരിക്കുള്ളൊരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്താണ് കേട്ടോ. 20 വർഷമായി അമ്മ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ റിട്ടയർഡായി. ഇടയ്ക്ക് ടീച്ചർമാരെല്ലാവരും കൂടി ഒരു അടിപൊളി ഡാൻസ് കളിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാൻ. ബൈ ബൈ, സീ യു.